Welcome to day 2 of Myth Bursting. Hello guys, I am Dr. Ajisha, consulting homeopathic physician at Dr. Care Homeopathic Specialty Clinic, Kaval Road. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പോസ്റ്റിനെ കുറിച്ചാണ്. 2008 മുതൽ എങ്ങാണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കൊണ്ടിരുന്ന ഒരു പോസ്റ്റാണിത്. ഇതിൽ പറയുന്നത് നമ്മൾ ഉള്ളി മുറിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് യൂസ് ചെയ്താൽ അത് പോയിസണൈസ് ആയിട്ട് മാറും എന്നാണ്. അതായത് അതിൻ്റെ ലോ pHഉം ലോ പ്രോട്ടീൻ കണ്ടൻറ്റും കൊണ്ട് ഇത് അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയകളൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇത് നമുക്ക് ഫുഡ് പോയ്സണിങ് പോലുള്ള അസുഖം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു കണ്ടന്റ് അടങ്ങിയിട്ടൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരുന്നു ഒരു കാലത്ത്. ഇതിലുള്ള മിത്ത് ബസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ശരിക്കും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ ഒണിയൻ എന്നുള്ളത് നമ്മുടെ ക്യാരറ്റ്, പൊട്ടറ്റോ പോലെയൊക്കെ മണ്ണിനടിയിൽ വളരുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ. അതിൽ ചെറിയ രീതിയിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കഴിഞ്ഞ് യൂസ് ചെയ്യുന്നതിലൂടെ ഈ മൈക്രോ ഓർഗാനിസത്തിന് പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലോ പ്രോട്ടീൻ കണ്ടൻറ്റും ലോ pH, അതായത് അസിഡിക് നാച്ചർ കൊണ്ട് ഒരിക്കലും മൈക്രോ ഓർഗാനിസത്തിൽ അതിന് വളരാൻ ആവില്ല എന്നാണ് പറയപ്പെടുന്നത്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജോർജിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഈ ഒണിയൻ്റെ ജ്യൂസിൽ കുറേ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാനും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ തടയാനുള്ള ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വരെ അവർ പഠനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രോപ്പർട്ടി ഉള്ളതിനാൽ തന്നെ ഇതിൽ മൈക്രോ ഓർഗാനിസംസോ ബാക്ടീരിയകളോ വളരുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് വളരെ തെറ്റായിട്ടുള്ളൊരു പോസ്റ്റാണ്. ഈ ഉള്ളി സവാള എന്നത് ലോ കലോറി വെജിറ്റബിൾ ആയതുകൊണ്ട് അധികം തടിയൊന്നും വയ്ക്കത്തില്ല. മാത്രമല്ല ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, നിറയെ മിനറൽസ്, വിറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ലപോലെ ക്ലിയർ ആവാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഹെയർ ഗ്രോത്തിനും ഇത് ഭയങ്കര ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഷുഗർ വരെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പാക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വാർത്ത തെറ്റാണ്. മാക്സിമം ആരും ഷെയർ ചെയ്യാണ്ട് ഇരിക്കേണ്ടതാണ്.